കഥമ്പം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 6ാം നാൾ. 2025 നവരാത്രിയുടെ 6ാം ദിവസം വരുന്നത് സെപ്റ്റംബർ 27-നാണ്. നവദുർഗയുടെ അംശമായ കാത്യായനി ദേവിയെയാണ് ഇന്ന് നമ്മൾ വഴിപെടേണ്ടത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയട്ടെ. മാ ദുർഗ മഹിഷാസുരനെ മർദ്ദിച്ചത് കാത്യായനി ദേവിയായി അവതരിച്ചിട്ടാണ്. മഹർഷി കാത്യായന ദേവി ദുർഗയുടെ തീവ്ര ഭക്തനായിരുന്നു. ഋഷി അംബികയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ മകളായി ജനിക്കുവാൻ വേണ്ടിയിട്ട്. അതേസമയം മഹിഷാസുരൻ്റെ ഉപദ്രവം കൂടി വരികയുണ്ടായിരുന്നു. മഹിഷാസുരനെ മർദ്ദിക്കുവാൻ വേണ്ടി മുമ്മൂർത്തികളായ ബ്രഹ്മാവും ശിവനും വിഷ്ണുവും ഒരുമിച്ച് ഉണ്ടാക്കിയ അവതാരമാണ് കാത്യായനി അവതാരം. കാത്യായനി ദേവി കാത്യായന മുനിയുടെ ആശ്രമത്തിലാണ് വളർന്നു വലുതായത്. അവൾ നല്ല സൗന്ദര്യവതിയായി വളർന്നു വലുതായതും മഹിഷാസുരൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ വിവാഹം കഴിക്കാനായിട്ട് വരികയും അംബിക മഹിഷാസുരനെ വിവാഹം കഴിക്കണമെങ്കിൽ തന്നോട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയതാണ് നവരാത്രിയിലെ 9 ദിവസത്തെ യുദ്ധം. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ, അതായത് 10ാം ദിവസം, മഹിഷാസുര മർദ്ദിനിയായി കാത്യായനി ദേവി വിജയിച്ചു. അന്നത്തെ ദിവസമാണ് നമ്മൾ വിജയദശമി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. കാത്യായനി ദേവിയെ പൂജിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ വെച്ച് പൂജിക്കാവുന്നതാണ്. നൈവേദ്യമായിട്ട് കിച്ചടി ഉണ്ടാക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇടേണ്ട വസ്ത്രം ചാര നിറത്തിലുള്ള വസ്ത്രമായാൽ നന്ന്, അതായത് ഗ്രേ കളർ. നവരാത്രിയുടെ 6ാം ദിവസം അംബികയുടെ അംശമായ ചണ്ഡികാ ദേവിയെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ദേവിക്ക് നിവേദ്യമായി വെക്കേണ്ടത് തേങ്ങാസാദമോ പച്ചപ്പയർക്ക് ചുണ്ടലോ അല്ലെങ്കിൽ ഓറഞ്ച് പഴമോ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദേവിയെ പൂജിക്കാനായിട്ട് ചെമ്പരത്തി പൂ ഉപയോഗിക്കാം. നവരാത്രിയുടെ 6ാം ദിവസം ചണ്ഡികാ ദേവിയെയാണ് നിങ്ങൾ പൂജിക്കുന്നുവെങ്കിൽ നിങ്ങൾ അണിയേണ്ട വസ്ത്രത്തിൻ്റെ നിറം കിളിപ്പച്ച നിറമാണ്. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.